ഹായ് കൂട്ടുകാരെ, സിനിമലോസിലേക്ക് സ്വാഗതം. ഇന്ന് പാവയ്ക്ക് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാൻ. ഇത് നമ്മുടെ തനി നാടൻ പാവയ്ക്കാണ്. അനിയന്റെ ഹസ്ബൻഡ് അനിയന്റെ വീട്ടിൽ തന്നതാണ്. അപ്പോഴിത് അങ്ങനെ മരുന്നൊന്നും അടിച്ചതല്ല, സാധാരണ പാവയ്ക്കാണ്. വീഡിയോയിലേക്ക് പോകും. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതേപോലെ 2 എണ്ണം ഒരുമിച്ച് വെച്ചാണ് അരിയണേ. ഇതേപോലെ അരിഞ്ഞെടുക്കണം. കണ്ടല്ലേ, ഒരു 7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. പാവയ്ക്കെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. മീഡിയം തീയിൽ വേണം അടച്ചു വയ്ക്കാൻ. നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലേ, ഞാൻ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ പാവയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതേപോലെ തുറന്ന് വെച്ച് തന്നെ പാവയ്ക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം അടപ്പ് മാറ്റാൻ. ഇവിടെ പാവയ്ക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോഴിവിടെ കണ്ടല്ലേ, നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ വരട്ടിയെടുക്കണം. കണ്ടല്ലേ, നമ്മുടെ പാവയ്ക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കൂട്ടുകാർ ഇതേപോലെ ചെയ്ത് നോക്കാം. ഇച്ചിരി സമയം എടുക്കും. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ലപോലെ വരട്ടിയെടുക്കണം. ഒരു കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു സപ്പോർട്ട് ആവാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും